ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരാൾക്ക് ശല്യമായി മാറുക, അല്ലെങ്കിൽ നമ്മൾ അയാളുടെ പ്രശ്നമാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഹോസ്റ്റലിലുള്ള സമയത്ത് എൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂൾ മോർണിംഗ് ആയിരിക്കും. അപ്പം എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ ഞാൻ കാരണം അവർ എണീച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പലപ്പോഴും അവരെ ഉണർത്താതെ പോകാനാണ് ശ്രമിക്കൽ. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളൊരു ദുസ്വപ്നമാവുക, അവരുടെ മെമ്മറിയിൽ നമ്മൾ വല്ലാത്തൊരാളായി മാറുക, ഒരാളെ സമാധാനിപ്പിക്കാനുള്ളൊരു കഴിവ് പോലും നമുക്കില്ലാണ്ടിരിക്കുക. വല്ലാത്തൊരവസ്ഥയല്ലേ അത്? നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം കണ്ണീര് വരിക, രാത്രി കരഞ്ഞിട്ട് ഉറക്കം വരാതിരിക്കുക. ഇതിനൊക്കെ നമ്മൾ കാരണമായാൽ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? ബി കൈൻഡ്. നമ്മളെപ്പോഴും സിമ്പതിയും എമ്പതിയും കൂടെ കൊണ്ട് നടക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെയൊക്കെ ഒരു മറുവശം, മറ്റൊരാൾക്ക് സന്തോഷമാകാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മളുടെ കഥകൾ കേട്ടിട്ട് അയാൾ ചിരിക്കാൻ തുടങ്ങുക, വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് സമാധാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെത്ര ഹാപ്പി പേഴ്സൺ ആവും അപ്പോൾ.